നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് ഇന്നും അള്ളാഹുവിനെ കുറിച്ച് പറയാൻ, അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ ഒരു ദീനി വിജ്ഞാന സദസ്സിൽ ഒരുമിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. ഇവിടെ നിന്ന് കിട്ടുന്ന ഓരോ അറിവും നമുക്ക് നമ്മൾ ടൈറ്റിൽ പറഞ്ഞ പോലെ പുതിയ പുതിയ അമലുകളുടെ കവാടങ്ങൾ തുറക്കാനുള്ള ഒരു താക്കോലുകളാവട്ടെ. അതിലൂടെ നമുക്ക് സ്വർഗീയ കവാടങ്ങളിലെ നമുക്ക് മുമ്പിൽ അള്ളാഹു മലർക്കെ തുറന്നു തരുന്ന രീതിയിൽ അള്ളാഹു വിശാലമാക്കി തരട്ടെ. ആമീൻ. എല്ലാ കാര്യങ്ങളും റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും എളുപ്പം പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് ഇൽമ അല്ലാഹു തആല നേടാനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു തരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എടുക്കാൻ ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു തആല ദീനിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. ആമീൻ. ലാസ്റ്റ് ടൈം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ദിക്ർ ചൊല്ലുന്നതിൻ്റെ ശ്രേഷ്ഠത അല്ലേ? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, പർവ്വതങ്ങൾ കണക്കെ തിന്മകളുമായി ഖിയാമത്ത് നാളിൽ ഒരുവൻ വരും. എന്നാൽ അവൻ്റെ നാവ് അള്ളാഹുവിനെ ധാരാളമായി സ്മരിച്ചതുകൊണ്ട് ആ തിന്മകളെയെല്ലാം തകർത്തു കളഞ്ഞതായി അവൻ കാണും. സുബ്ഹാനല്ലാഹ്. ദിക്റിൻ്റെ ഒരു ശ്രേഷ്ഠതയായിട്ട് ഇവിടെ പറഞ്ഞൊരു കാര്യമാണത്. അള്ളാഹുവിനെ ധാരാളമായിട്ട് ദിക്ർ ചെയ്യുന്നതിൻ്റെ ശ്രേഷ്ഠത. പർവ്വത സമാനം തിന്മകൾ ഉണ്ടെങ്കിലും അതെല്ലാം അള്ളാഹു തആല ഇല്ലാതാക്കി തീർക്കുമെന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രാവിലെയും വൈകുന്നേരവും ദിവസത്തിൻ്റെ എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവന് ദിക്ർ ചെയ്യുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ നമുക്കിന്ന് സൂറത്തു ആല ഇമ്രാനാണ് എടുക്കാനുള്ളത്. 77 വരെയാണ് നമ്മൾ എടുത്തത്. 77ാമത്തെ ആയത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടി വിശദീകരിക്കാനുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. എല്ലാവരും കഴിഞ്ഞ ആഴ്ച ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല, എല്ലാവരും ഓർക്കുന്നുണ്ടാവും വിചാരിക്കുന്നു അല്ലേ? എഴുപത്തേഴാമത്തെ ആയത്ത് മുതൽ തന്നെ നമുക്കൊന്ന് ഓതിയിട്ട് പിന്നെ അടുത്ത ആയത്തിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യശ്തറൂന ബിഅഹ്ദില്ലാഹി വഅയ്മാനിഹിം തമനൻ ഖലീലാ ഉലൈക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ ولا يكلمهم الله ولا ينظر إليهم يوم القيامة ولا يزكيهم ولهم عذاب أليم. ഇവിടെ എന്താ അല്ലാഹു തആല പറഞ്ഞത്? ഇന്നല്ലദീന യശ്തറൂന ബിഅഹ്ദില്ലാ, നിശ്ചയമായും വിൽക്കുന്ന ആൾക്കാർ അല്ലേ, ബിഅഹ്ദില്ലാ അള്ളാഹുവിനോടുള്ള കരാറ്, വൈമാനിഹിം ശപഥങ്ങൾ, സ്വന്തം ശപഥങ്ങളും, തമനൻ ഖലീല തുച്ഛമായ വിലക്ക്, ഉലൈക അക്കൂട്ടർ ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ അവർക്ക് പരലോകത്തിൽ ഒരു ഓഹരിയുമില്ല, വലാ യുകല്ലിമുഹുമുല്ലാഹ് അള്ളാഹു അവരോട് സംസാരിക്കൂല, വലാ യൻദുറു ഇലൈഹിം അവരിലേക്ക് അള്ളാഹു തആല നോക്കുക പോലുമില്ല, കാരുണ്യപൂർവ്വം നോക്കുക പോലുമില്ല, വലാ യുസക്കീഹിം അവരെ സംസ്കരിക്കുകയുമില്ല, വലഹും അദാബുൻ അലീം അവർക്ക് വേദനയേറെ ശിക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ ഈ ഒരു ആയത്തിൽ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം അല്ലേ,
ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ ഏതൊരു ആയത്ത് എടുക്കുമ്പോഴും നമ്മളിപ്പോൾ മാഷാ അല്ലാ സൂറത്തുൽ ബഖറ ആയിഷൻ്റെ തഫ്സീർ ക്ലാസ് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അതിലെ ഓരോ ആയത്തുകൾ കഴിഞ്ഞാലും അതിൻ്റെ ലെസൺസ്, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഇത് ജൂതന്മാർക്കുള്ളതാണ്, ഇത് ജൂതന്മാരോട് പറയുന്നതാ, ഇത് അവരെക്കുറിച്ചാണ്, ഇത് അവർക്കുള്ളതാ എന്ന് നമ്മൾ കരുതി അവിടെ മാറി നിൽക്കല്ല വേണ്ടത്, അല്ലേ? നമ്മൾ ഒരു ആയത്ത് നമുക്ക് കിട്ടുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് പാഠം ഉൾക്കൊള്ളാനുള്ളത്, ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് എന്ന് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ഒരു പിന്നെ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തിൽ വേറൊരു സംഭവം കൂടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ഓരോ ആയത്തുകൾ കേൾക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമ്മളെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം എന്താണ് എന്ന് അറിഞ്ഞിരിക്കൽ നമ്മൾ ഓരോരുത്തരുടെയും നിർബന്ധമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ബാധ്യതയാണ്. അപ്പം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിനോടുള്ള കരാറ്, സ്വന്തം ശപഥങ്ങൾ, അതെല്ലാം തുച്ഛമായ വിലക്ക് വിൽക്കുന്ന ആൾക്കാർ, അവർക്ക് പരലോകത്ത് അവർക്കൊരു ഓഹരിയും കിട്ടൂല, അള്ളാഹ് അവരോട് സംസാരിക്കൂല, അള്ളാഹ് അവരിലേക്ക് നോക്കൂല, അവരെ സംസ്കരിക്കൂല, അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു ഹദീസ് വന്നിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്, അബൂദർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. 3 ആൾക്കാർ, 3 വിഭാഗം ആളുകൾ. ലാ യുകല്ലിമുഹുമുല്ലാഹ്, അള്ളാഹു അവരോട് സംസാരിക്കൂല, യൗമൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിൽ, വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് നോക്കൂല, വലാ യുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യൂല, വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അപ്പോൾ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് 3 പ്രാവശ്യം ആവർത്തിച്ചെന്ന് പറയുന്നു. 3 പ്രാവശ്യം ആവർത്തിച്ചു. അപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അള്ളാഹുവിൻ്റെ റസൂലെ, മൻഹും യാ റസൂലുള്ളാഹ്, ആരാണ് അവർ? അങ്ങനെ പിന്നെ ഒരു വിഭാഗം ആളുണ്ടെങ്കിൽ തീർച്ചയായും അവർ പരാജയപ്പെടുകയും അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു, അല്ലെ? അള്ളാഹ് നോക്കാത്ത, അള്ളാഹ് സംസാരിക്കാത്ത, അള്ളാഹ് ശുദ്ധീകരിക്കാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു നഷ്ടം തന്നെയാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ അതാരാന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ, അല്ലേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടിയാണ് നമ്മൾ വളരെ വളരെ ശ്രദ്ധയോട് കൂടി നമ്മൾ കാണേണ്ട, കേൾക്കേണ്ട ഒരു കാര്യമാണത്. എന്താ അവിടെ പറഞ്ഞെന്നറിയോ? 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്നവൻ, വസ്ത്രം ഞെരിയാണിക്ക് താഴെ വലിച്ചിഴച്ച് നടക്കുന്ന, ഇത് പുരുഷന്മാരുടെ വിഷയത്തിലാണ് കേട്ടോ, പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകളുടെ വിഷയത്തിലല്ല. സ്ത്രീകൾ കാലിൻ്റെ പാദങ്ങൾ പോലും മറയുന്ന രീതിയിൽ തന്നെയാണ് വസ്ത്രം ധരിക്കേണ്ടത്. പുരുഷന്മാരുടെ വിഷയത്തിലാണ് ഇവിടെ വസ്ത്രം വലിച്ചേൽക്കുന്നവൻ. പിന്നെയോ, കൊടുത്തത് എടുത്തു പറയുന്നവൻ, കള്ളസത്യം ചെയ്ത് തൻ്റെ ചരക്ക് വിറ്റൊഴിക്കുന്നവൻ. ഈ 3 വിഭാഗം ആൾക്കാരെ പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ വസ്ത്രം വലിച്ചിഴക്കാന്നുള്ള വിഷയത്തിൽ നമ്മൾ എത്രത്തോളം അതിന് ഗൗരവം കാണിക്കുന്നുണ്ട്, നമ്മളെ മക്കളെ വിഷയത്തിലാണ് അതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു വിഷയത്തിൽ പൊതുവെ മുസ്ലിം സമൂഹത്തിൽ പിന്നെ വ്യത്യസ്തങ്ങളായ നിലപാടുകളാണ് പലരും സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു നിയമത്തെ നമ്മൾ പരിഗണിക്കാതെ, ശ്രദ്ധിക്കാതെ, സ്വന്തം ഇച്ഛകൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് വസ്ത്രം അങ്ങനെ ധരിക്കാൻ പാടില്ല. പാടില്ല. വളരെ പിന്നെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണ്. ചില ആൾക്കാരില്ലേ,
തമാശ മട്ടിൽ പറയും, ഓ 1 ഇഞ്ച് തുണി താഴേക്കാവുമ്പോഴേക്ക് അങ്ങ് അവന്റെ സ്വർഗം നഷ്ടപ്പെടാനല്ലേ പോകുന്നത്, ആ 1 ഇഞ്ച് തുണിന്റെ അളവിലല്ലേ അള്ള നരകം നിശ്ചയിച്ചിട്ടുള്ളത് എന്നൊക്കെ കളിയാക്കും. എങ്ങനെ? നിര്യാണിക്ക് താഴെ വസ്ത്രം ആവാൻ പാടില്ല എന്ന് പറയുന്നതിനെ കളിയാക്കിയിട്ട് ഈ രൂപത്തിൽ പറയാറുണ്ട്. സത്യത്തില് ഒരിക്കലും ഒരിക്കലും നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടക്കാൻ പാടില്ല. പിന്നെ പുരുഷന്മാരുടെ ഔറത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള ഭാഗം മുഴുവനും മറക്കുക എന്നുള്ളതാണ് അല്ലെ. പിന്നെ നമസ്കാര വേളയിൽ തോളിൽ ഒരു മുണ്ടെങ്കിലും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു ഇതാണ്. ഇത് നമുക്ക് പിന്നെ എല്ലാവർക്കും അറിയാം. അപ്പം ഈ ഉടുമുണ്ടുണ്ടല്ലോ, മുസ്ലിം ഉടുക്കുന്ന ഒരു മുണ്ട് അല്ലെ, മുണ്ടാവട്ടെ ഇനി പാൻ്റ് ആയിക്കോട്ടെ, എന്തായാലും അതിന്റെ ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിമിന്റെ ഉടുമുണ്ട് കണങ്കാലിന്റെ പകുതി വരെയാണ്, അതിനും നെര്യാണികൾക്കിടയിലും ആകുന്നതിൽ കുഴപ്പമില്ല. നെര്യാണിക്ക് താഴെ വരുന്നത് നരകത്തിലാണ്. നെര്യാണികൾക്ക് താഴെ വരുന്ന വസ്ത്രം അത് നരകത്തിലേക്കുള്ളതാണ്. അപ്പം അത് നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം കൃത്യമായിട്ട് സ്വഹീഹായ ഹദീസുകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ട് നമ്മളെ മക്കള്, നമ്മുടെ വീട്ടിലുള്ള ആണുങ്ങൾ, പുരുഷന്മാർ നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നു? ഒരു കൂസലും ഇല്ലാണ്ട്, ഒരു ഭയവുമില്ലാതെ, അതൊരു മോഡേണിസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പുരോഗമനത്തിന്റെ ആൾക്കാരാന്നുള്ള നിലയിൽ പുരുഷന്മാരെന്ത് ചെയ്യുന്നു? വസ്ത്രം നെര്യാണിക്ക് താഴെ. അതിന്റെ ഗൗരവം അവർക്ക് അറിയാത്തത് കൊണ്ടാണോ? അതല്ല അറിഞ്ഞിട്ടും ഇതിനൊന്നും വലിയ കാര്യമില്ല, ഇതൊന്നല്ല നമ്മൾ നോക്കേണ്ടത് എന്ന നിലക്കാണോ? ഏതടിസ്ഥാനത്തിലാണ് ഈ രൂപത്തിൽ ചെയ്യുന്നത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. കാരണം അത് വളരെയേറെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വലിയൊരു ഗൗരവമുള്ള വിഷയം. അത് നിസ്സാരമായി ഗണിക്കേണ്ട ഒരു കാര്യമേ അല്ല. അത് ഓരോ വ്യത്യസ്തമായ ഹദീസുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായിട്ട് അത് നമുക്ക് വിവരിച്ച് തന്നിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലെ എനിക്കൊരു ഉപദേശം തന്നാലും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ഉപദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിനോട് പറഞ്ഞ ഒരു പ്രത്യേകമായ കാര്യമാണെന്ത്? നീ നിന്റെ തുണി ധരിക്കുന്നത് കണങ്കാലിന്റെ പകുതി വരെ ഉയർത്തിയ നിലയിലായിരിക്കണം എന്ന്. കണങ്കാലിന്റെ പകുതി വരെ ഉയർത്തിയ നിലയിലായിരിക്കണം നീ നിന്റെ തുണി ധരിക്കുന്നത്. നെര്യാണി വരെ ആകുന്നതിന് വിരോധമില്ല, പക്ഷെ നെര്യാണിന്റെ താഴോട്ടേക്ക് എന്താകാൻ പാടില്ല? ആകാൻ പാടില്ല. കാരണം വസ്ത്രം വലിച്ചിഴക്കുന്ന നീ സൂക്ഷിക്കണം, അത് അഹങ്കാരമാണ്. അഹങ്കാരം അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ ഇതിനില്ലേ ചില ആൾക്കാർ ഇങ്ങനെ വ്യാഖ്യാനം പറയും, എന്തെന്നറിയോ? അഹങ്കാരത്തോടു കൂടി വസ്ത്രം വലിച്ചഴച്ചയക്കുന്നത് ആ റസൂലുള്ളാഹി വിരോധിച്ചിട്ടുള്ളത്, അല്ലാതെ കുറച്ച് വസ്ത്രം ഒന്ന് താണു പോയി എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല. സത്യത്തിലില്ലേ, അത് തന്നെ ഒരു അഹങ്കാരം. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൃത്യമായിട്ട് ഈ ഒരു നിർദ്ദേശം ഹദീസുകളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അതിനകത്ത് അഹങ്കാരം ഉണ്ടോ അഹങ്കാരം ഇല്ലേ ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത്? ഇത് നമ്മളാ തീരുമാനിക്കേണ്ടത്. അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് അത് താഴ്ത്തി നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ അഹങ്കാരം വന്ന്, അത് അഹങ്കാരത്തോടെ പിന്നെ നടക്കുന്നുണ്ടോ, അഹങ്കാരം ഇല്ലാണ്ടാണോ നടക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ല അതിൽ വിഷയം. പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല, അത് ഒഴിവാക്കുക, അത് ശ്രദ്ധിക്കുക. നമ്മൾ കുഞ്ഞുമക്കള് വലുതാവുമ്പോൾ ചെറുപ്പത്തിലേ ഈ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. എന്താ അറിയോ, കുറച്ച് കഴിയുമ്പം നമ്മൾ ചെറിയ കുട്ടിയല്ലേ അത് സാരില്ല എന്ന് വിചാരിച്ചിട്ട് വിട്ടാല് കുറച്ച് വലുതാവുമ്പോൾ അവർക്കത് താഴെ അല്ലെ കഷ്ണം പാൻറ്റെല്ലാം ഇടുന്നത് വലിയ വിഷമമായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കണത് ആ വിഷയത്തിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അള്ളാഹു ഇഷ്ടപ്പെടൂല. അള്ളാഹു ഇഷ്ടപ്പെടൂല എന്ന് മാത്രല്ല, അള്ളാഹു പരലോകത്ത് അവരോട് സംസാരിക്കൂല. അള്ളാഹ് അവരെ നോക്കൂല, നോക്കുക പോലും ഇല്ല
എന്ന് പറഞ്ഞ പിന്നെ എന്താ? അതിലും വലിയ നഷ്ടം പിന്നെ എന്താ ഉള്ളത്? നമ്മൾ ഓരോരുത്തർ ചിന്തിക്കണം. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഉമർ റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുന്ന, ഉമർ റളിയല്ലാഹു കുത്തേറ്റ് ആ ഒരു മരണവെപ്രാളം നടക്കുന്ന സമയത്ത് പലരും അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വസ്ത്രം നിലത്തഴിച്ച് മടങ്ങിപ്പോകുന്ന കണ്ടപ്പോൾ ആ മരണത്തോട് മല്ലിടുന്ന ഘട്ടത്തിൽ ആ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നുണ്ട്, സഹോദരപുത്ര ഇബ്ന അഖി ഇർഫഅ സൗബക്, നീ നിന്റെ വസ്ത്രം പൊക്കി ഉടുക്ക്. ഫഇന്നഹു അൻഖാലി സൗബിക്, അതാണ് നിന്റെ വസ്ത്രത്തിൻ്റെ വൃത്തിക്കും വഅത്ഖാലി റബ്ബിക്, നിന്റെ റബ്ബിനോടുള്ള സൂക്ഷ്മതക്കും നല്ലത്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഉമർ റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ആ സമയത്ത് പോലും ആ വിഷയം അദ്ദേഹം ശ്രദ്ധിച്ചിട്ട് ആ ചെറുപ്പക്കാരനോട് പറയും, നീ നിന്റെ വസ്ത്രം പൊക്ക്, അതാണ് നിനക്ക് നിന്റെ വൃത്തിക്കും പിന്നെ അള്ളാഹിനോടുള്ള സൂക്ഷ്മതക്കും നല്ലത് അതാണെന്ന് പറയുന്നത്. അതുപോലെ പിന്നെ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് തന്നെ വേറൊരു ഹദീസിൽ പറയുന്നുണ്ട്, എന്ത്, മാ അസ്ഫല മിനൽ ഖൽബൈനി മിനൽ ഇസാരി ഫഫിന്നാർ, നിര്യാണിക്ക് താഴെയുള്ള വസ്ത്രം നരകത്തിലാണ്. ചിലപ്പോൾ ഇങ്ങനെ ശീലമില്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് പാൻറ്റെല്ലാം ചെറുതാക്കുമ്പോൾ കുറച്ച് വിഷമെല്ലാം ഉണ്ടാവും. പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കണം, പറ്റൂല, ഇത് നമുക്ക് പറ്റൂല. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ മക്കൾ വളർന്നു വരുമ്പോൾ ഈ വിഷയം നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അപ്പം അള്ളാഹു സംസാരിക്കാത്ത, നോക്കാത്ത, ശുദ്ധീകരിക്കാത്ത ഓരോ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെട്ടാൽ പിന്നെ എന്താണ് അവൻ്റെ അവസ്ഥ, അല്ലേ? എന്താണ് അവസ്ഥ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ഹദീസുകളുണ്ട്. കൂടുതൽ പറയുന്നില്ല, കാരണം പിന്നെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. വസ്ത്രം നെര്യാണിക്ക് താഴ്ത്തി ഇടുന്നത് അഹങ്കാരത്തിൽപ്പെട്ടതാണെന്ന് ഇസ്ലാമ സഹിഹായ ഹദീസുകൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിന് പ്രത്യേകിച്ച് നിബന്ധനയൊന്നും വെച്ചിട്ടില്ല, ഏത് രൂപത്തിലാണ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷയം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അറിയാണ്ട് താഴ്ന്നു പോയി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ചിലപ്പോൾ അറിയാണ്ട് താഴ്ന്നു പോകുമല്ലോ. പിന്നെ അങ്ങനെ പിന്നെ ഒരു അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഒരു പിന്നെ സംഭവം പറയുന്നുണ്ട്. അതായത് പിന്നെ അദ്ദേഹം വളരെ മെലിഞ്ഞ ഒരു പ്രകൃതക്കാരനാണ്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് തുണി ഉടുത്താൽ അങ്ങനെ നിൽക്കൂല. അപ്പോൾ ഇങ്ങനെ പിന്നെ മീതെയാണ് അബൂബക്കർ റളിയല്ലാഹു ധരിച്ചത്. പക്ഷെ അതിങ്ങനെ താഴ്ന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഒരിക്കലും പിന്നെ അദ്ദേഹം പിന്നെ മനഃപൂർവ്വം നിര്യാണിക്ക് താഴെ നീട്ടി തുണി ഉടുത്തതേയല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം പറഞ്ഞിട്ട് അഹങ്കാരത്തോടു കൂടിയല്ലാതെ താഴ്ത്തിയിടുന്നതിൽ തെറ്റില്ല എന്ന രീതിയിൽ ന്യായീകരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ എന്താ പിന്നെ വലിയ പാൻറ് അല്ലെങ്കിൽ വലിയ തുണി ഉണ്ടാക്കിയിട്ട് എന്നിട്ട് പിന്നെ അഹങ്കാരത്തോടെ അല്ല എന്ന് പറയുന്നതിൽ എന്തില്ല, അവിടെ ശരിയില്ല. അറിയാതെ ആയിപ്പോകുന്നതിൽ പ്രശ്നമില്ലാന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അത് നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. എന്തേ അന്നത്തെ ഒരു ഹദീസില്ല, അത് ആസിന്റെ അടുത്തില്ല ഇതിനെ പറ്റിയിട്ട്. ഏത് നമ്മൾ പക്ഷേ അഡ്മിൻസ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല ഒരു ഹദീസ്. അഡ്മിൻസ് ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല ഒരു ഹദീസ്, ഒരു ഇങ്ങനെ മടക്കുന്നതിനെ പറ്റിയിട്ട്. മടക്കുന്നതിനെ പറ്റിയിട്ട് അല്ലേ? അത് ഞാനിങ്ങനെ പറയാൻ പോവേൻ. ആ ഹദീസ് എൻ്റെ കയ്യിലില്ല.
അന്ന് അവിടെ ഇട്ടതേ ഉള്ളൂ. പിന്നെ ഞാനത് എടുത്തു വെക്കാൻ മറന്നു. പിന്നെ അവിടെ ഉണ്ടാവുമായിരിക്കും, ക്ലിയർ ചാറ്റൊന്നും ചെയ്തിട്ടില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ പക്ഷെ ആ വിഷയത്തിലുണ്ടല്ലോ, ഞാൻ ഒന്ന് രണ്ടു ആൾക്കാരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അത് പിന്നെ ഹറാമാന്ന് പറയുന്നില്ല, അത് ഒഴിവാക്കണം എന്നേ പറയുന്നുള്ളൂ. അതായത് നമ്മൾ പാൻസ് ആവട്ടെ ഷർട്ടാവട്ടെ കൈയും ഇതെല്ലാം മടക്കിയിട്ട് ഇങ്ങനെ മടക്കി ടൈറ്റാക്കി വെക്കുന്നില്ലേ, അങ്ങനെ വെക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ അത് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ പാൻറ്റെല്ലാം ശരിക്കും നീളത്തിൽ അടിച്ചിട്ട് മടക്കി വെക്കുന്നതിനേക്കാളും അവിടെ കട്ട് ചെയ്തിട്ട് കറക്റ്റ് സൈസാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് പ്രത്യേകിച്ച് പറഞ്ഞത് നിസ്കാരത്തിലാണ്. നിസ്കാരത്തിൽ നമ്മളിങ്ങനെ മടക്കി കൈയും കാലെല്ലാം മടക്കിയിട്ട് അങ്ങനെ വെക്കുന്നത് പിന്നെ നല്ലതല്ല എന്നുള്ള രീതിയിൽ അത് കറക്റ്റ് ഞാൻ ഇൻഷാ അല്ലാഹ് എനിക്കത് ഒന്ന് രണ്ടാളോട് ചോദിച്ചപ്പോൾ അതിന് കറക്റ്റ് റിപ്ലൈ കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ ഞാനത് മറന്നുപോവുകയും ചെയ്തു ആ ഒരു വിഷയത്തിൽ. പിന്നെ അപ്പോൾ അതങ്ങനെ മടക്കി വെക്കുന്നത് നല്ലതല്ല എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു ഹദീസിൽ അവിടെ പറഞ്ഞിട്ടുണ്ടായത്. അപ്പം ഇവിടെ എല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്രത്തോളം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിന്നെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹ് പറഞ്ഞത് ഇപ്പോൾ ഈ പറഞ്ഞ ഈ ആയത്തിൽ പറഞ്ഞ ഈ കാര്യം അള്ളാഹ് നോക്കൂല, സംസാരിക്കൂല, പിന്നെ ശുദ്ധീകരിക്കൂല എന്നൊക്കെ ആയത്തിൽ പറഞ്ഞല്ലോ. അതേ ഹദീസ് തന്നെയാണ് നമ്മളിപ്പോൾ വായിച്ചതും. അപ്പോൾ അത്തരത്തിൽ അത്രയും ഗൗരവത്തോടു കൂടി പറഞ്ഞ ഈ ഒരു വിഷയം പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് വളരെ നമ്മൾ നാളെ നമുക്ക് വലിയൊരു നഷ്ടത്തിന് കാരണമായി തീരുന്നൊരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റുള്ള ആളുകൾ അല്ലേ നമ്മളെ ഒരു പഴഞ്ചനാണ്, ഇതെന്താണ് അല്ലേ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുമൊക്കെ വിചാരിച്ചിട്ട് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, പടച്ചവനെ വിട്ടിട്ട് പടപ്പുകളെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയാണ് അല്ലേ. പടച്ചവനെ പേടിയില്ല, പടപ്പുകളെ ഭയപ്പെടുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇഞ്ച് വസ്ത്രത്തിന്റെ പേരിലാണോ സ്വർഗവും നരകവും നിർണയിക്കപ്പെടുന്നത് എന്ന് പലരും ലധികാരത്തിന്റെ സ്വരത്തിൽ പലരും ചോദിക്കാറുണ്ട്. സത്യത്തിൽ ഒരു ഇഞ്ച് വസ്ത്രത്തിന്റെ പ്രശ്നമല്ല ഇവിടെ. എന്താണ്? അള്ളാഹുവിനോടുള്ള ഷഹാദത്ത് അല്ലേ അംഗീകരിച്ച് ഇസ്ലാമിൽ പ്രവേശിച്ചിട്ട് എൻ്റെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ? പിന്നെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം. പ്രമാണങ്ങൾ ഏതൊരു വിഷയവും പ്രമാണബദ്ധമായി തന്നെ അഹ്സന അമലാകാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് നമ്മൾ പറയുന്നുണ്ടല്ലോ അല്ലേ. അപ്പം പ്രമാണബദ്ധമായി തന്നെ നമ്മൾ എന്താക്കണം, ശ്രദ്ധിക്കണം. ദീനിൻ്റെ പേരിൽ വസ്ത്രം നിര്യാണിക്ക് താഴെ പിന്നെ ധരിക്കാതെ ഉയർത്തി ധരിച്ച ആൾക്കാർ അങ്ങനെയുള്ള അവരെ പരിഹസിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ. സത്യത്തിൽ അതിൻ്റെ പേരിൽ ദുഃഖമോ വ്യസനമോ ഉണ്ടാകേണ്ട ആവശ്യമില്ല അല്ലെ. അള്ളാന്റെ ദീന് സ്വീകരിച്ചതിൻ്റെ പേരിൽ പരിഹസിക്കുന്ന ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം എന്താണ്, പരിഹസിക്കപ്പെട്ടവർക്ക് സന്തോഷ വാർത്തയാണ്, പരിഹസിക്കുന്നവർക്ക് അത് താക്കീതും കൂടിയാണ്. അതുകൊണ്ട് പിന്നെ അല്ലേ ഇന്ന് നമ്മൾ ദീനനുസരിച്ച് ജീവിച്ചതിൻ്റെ പേരിൽ പിന്നെ ഇസ്ലാം ദീനിനെ പരിഹസിക്കുന്ന രീതിയിൽ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഇസ്ലാമെന്ന് തന്നെ ഒരു എന്താ പറയാ പുറത്തു പോയ പോലെ തന്നെയാണ്. ഇപ്പം താടി നീട്ടി വളർത്തുന്ന ആളുകളെ, വസ്ത്രം നിര്യാണിക്ക് മേലെ കണങ്കാലിൻ്റെ ആ ഒരു വരെ ധരിക്കുന്ന ആൾക്കാരെല്ലാം ഒരു കോമാളിയായിട്ടെല്ലാം കാണുന്ന ആൾക്കാരുണ്ട്. സത്യത്തിൽ പിന്നെ ഇങ്ങനെയുള്ളവരെ അത് അള്ളാന്റെ റസൂലിന്റെ സുന്നത്താണ് എന്നറിഞ്ഞിട്ടും പിന്നെ അങ്ങനെ ചെയ്യുന്നവരെ പരിഹസിക്കുന്ന ആളുകളെ കാഫിറാണെന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അങ്ങനെ ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ ഒരു പരിഹാസ രൂപത്തിൽ നോക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ. കഷ്ണം പേൻ്റെല്ലാം പിന്നെ കുറേ മുമ്പ് പിന്നെ എൻ്റെ മാപ്പിളിൻ്റെ പാൻറ് കണ്ടിട്ട് ഒരു ഇസ്തിരി ഇടുമ്പോൾ ഒരാൾ കണ്ടിട്ട് ഇതെന്താ ട്രൗസറാണ്, എൻ്റെ മാപ്പിൾ ട്രൗസറാ ഇടലിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഹൈറ്റ് കുറവാണ്, പക്ഷെ പാൻറ് അതിനാകട്ടിയും ചെറുതാണ്, എന്നിട്ട് പിന്നെയും ഉണ്ടാവും മടക്കുന്ന. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് സൂക്ഷ്മതക്കല്ല എപ്പോഴും സൂക്ഷ്മത പാലിക്കാൻ അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അങ്ങനെ ചില ആൾക്കാർ അങ്ങനെ
ഉണ്ടല്ലോ, എന്താ അറിവുണ്ടെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ഈ കാര്യങ്ങളിലൊന്നും അത്ര സൂക്ഷ്മത പാലിക്കാത്ത ആളുകളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പം പുരുഷന്റെ വസ്ത്രം പിന്നെ നെരിയാണിക്ക് താഴെയാകരുത് എന്ന് ഇസ്ലാം കർശനമായി വിലക്കിയതാണ്. ആ കാര്യത്തിൽ നമ്മൾ പിന്നെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിൻ്റെ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ അള്ളാഹു നോക്കൂല, പിന്നെ സംസാരിക്കൂല എന്ന് പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം ആരാന്നറിയോ? കൊടുത്തത് എടുത്തു പറയുന്ന ആൾക്കാർ. കൊടുത്തത് എടുത്തു പറയാന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണെന്നറിയോ? അത് പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തർ നമ്മളോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയേണ്ടി വരും. ചില വിഷയങ്ങളിൽ നമുക്ക് എന്തായാലും അത് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെയല്ലാതെ ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട്, ആളുകളിൽ നിന്ന് നല്ലൊരു വാക്കും പ്രശംസയും കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തു പറയുമ്പോഴാണ് എന്താകുന്നത്, ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് നഷ്ടം സംഭവിക്കുന്നത്. കൊടുത്തത് എടുത്തു പറഞ്ഞിട്ട് അത് നഷ്ടപ്പെടുത്തുന്ന ആ ഒരു ഇത് വെച്ചാൽ ആ പിന്നെ നമ്മൾ സൂറത്തുൽ ബഖറയിൽ പഠിച്ചിട്ടില്ലേ, എന്തേനും ദാനധർമ്മം ചെയ്തിട്ട് നമ്മൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാകുന്ന രീതിയിലാകാൻ പാടില്ല എന്നുള്ള രീതിയിൽ. അതായത് ഇപ്പം ഒരാളെ നമ്മൾ സഹായിച്ച്, എന്നിട്ട് ആ ആളോ പിന്നെ പറയുന്ന നിനക്ക് ഞാൻ എന്തെല്ലാം സഹായം ചെയ്തതിന്, എന്നിട്ട് നിന്നെക്കൊണ്ട് ഒരു ഇതുമില്ല, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞ് അവരെ വിഷമിപ്പിക്കും അല്ലേ ചില ആൾക്കാർ. സഹായിക്കും, എന്നിട്ട് പല വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അവരെ വേദനിപ്പിക്കും. ഇതാണ് കൊടുത്തത് എടുത്തു പറഞ്ഞിട്ട് വിഷമിപ്പിക്കുന്ന ഒരു സിസ്റ്റം. അതൊരിക്കലും പാടില്ലാത്തതാണ്. അതും ഈ പറഞ്ഞ രീതിയിൽ നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തിന്, അല്ലെങ്കിൽ അള്ളാഹു ഒരിക്കലും അവരോട് സംസാരിക്കൂല, നോക്കൂല എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കാരണമായി തീരും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ ആർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് നമ്മളതല്ല കൊടുത്തിന് എന്ന് നമ്മൾ വിചാരിക്കണം. അതുപോലെ തന്നെ ആ കൊടുത്തത് നമ്മൾ അവർക്ക് കൊടുത്തെന്ന് വിചാരിക്കണം, അള്ളാഹ്ക്ക് കൊടുത്തെന്ന് വിചാരിച്ചാൽ മതി. അന്നേരം പിന്നെ ഈ പ്രശ്നം ഒന്നും വരില്ല. കണ്ട ഞാൻ അവർക്ക് വിഷമിക്കുന്ന സമയത്ത് എന്തെല്ലാം സഹായം ചെയ്തിന്, എന്നിട്ട് ഇപ്പോഴും കണ്ട ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല അല്ലേ, ഞാൻ അതിലേ പോകുമ്പോൾ കണ്ടിട്ടൊന്നും മൈൻഡാക്കൊന്നും കൂടിയില്ല. ഇങ്ങനൊന്നും നമ്മൾ ആരെക്കുറിച്ചും ഒന്നും വിചാരിക്കാനും പറയാനും ഒന്നും പാടില്ല കേട്ടോ. നമ്മളെ മനസ്സെപ്പോഴും ക്ലിയറാക്കി വെക്കണം. ശുദ്ധമായ മനസ്സിൻ്റെ ഉടമകളാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ. ആരെന്ത് ചെയ്താലും അത് എന്താ, എന്നാലും അവരങ്ങനെ ചെയ്തു വെച്ചില്ലേ, ചിലപ്പോൾ അവർക്ക് അറിയാത്തതുകൊണ്ടേയിരിക്കും. അങ്ങനെ വിചാരിച്ചാൽ മതി അല്ലേ. അറിവില്ലായ്മ കൊണ്ടേയിരിക്കും, അവരുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ അവർ മറന്നു പോയിട്ടായിരിക്കും. ഇങ്ങനെയെല്ലാം നമ്മൾ നല്ലത് തന്നെ എന്താക്കുക, പരമാവധി ചിന്തിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. മോശമായിട്ട് ചിന്തിക്കുകയും വേണ്ട, പറയുകയും വേണ്ട, ഒന്നും ചെയ്യണ്ട. നല്ലത് മാത്രം, നല്ലത് പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളെയും ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിക്കുക. കാരണം നമ്മളില്ലേ, നമ്മൾ വിചാരിക്കുന്നു കുറേ ദിക്റ് ഇങ്ങനെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല ഇങ്ങനെ കുറേ ദിക്റ് കുറേ ചൊല്ലി 5 നേരം കൃത്യമായി നിസ്കരിച്ച് അതിന് മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾ നിസ്കരിച്ച് കുറേ ഖുർആൻ പാരായണം ചെയ്ത് പിന്നെ രാത്രി നമസ്കാരം കുറേ നിർവഹിച്ച് അതെല്ലാം കൊണ്ട് അങ്ങ് സ്വർഗത്തിലേക്ക് പോയി കളയാൻ നമ്മൾ വിചാരിക്കേണ്ട. നമ്മളെ അമലുകളിൽ വലിയ കനം തൂങ്ങുന്ന കാര്യമാണ് സ്വഭാവം എന്നുള്ളത്. ആ സ്വഭാവം നമ്മൾ എപ്പോഴും നല്ലതാക്കണം. അത് ആരോട്, നമ്മളോട് ഇങ്ങോട്ട് നല്ല നിലയിൽ പെരുമാറുന്നവരോട് മാത്രമാണോ? ഒരിക്കലും അല്ല അല്ലേ. നമ്മളോട് ഇങ്ങോട്ട് നല്ല നിലയിൽ പെരുമാറുന്നവരോട് അങ്ങോട്ട് നല്ല നിലയിൽ എന്തായാലും ഏതാളും പെരുമാറും. വളരെ മോശമായ ആൾക്കാർ മാത്രമേ ചിലപ്പോൾ ഇങ്ങോട്ട് നന്മ ചെയ്ത ആളെ ഉപദ്രവിക്കൂ. എന്നാൽ നമ്മളോട് ഇങ്ങോട്ട് നല്ലതൊന്നും നല്ല നിലയിൽ പെരുമാറാത്ത അവരോട് പോലും നമുക്ക് അങ്ങോട്ട് നന്മയായിട്ട് പെരുമാറാൻ, നമ്മളെ സ്വഭാവം നല്ലതായിട്ട് വെക്കാൻ നമുക്ക് സാധിച്ചാൽ അവിടെയാണ് നമുക്ക് പ്രതിഫലം അല്ലേ. അതിലൂടെയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് കാരണമായി തീരാനും അതിലൂടെ അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും സാധിക്കൂ. അപ്പം അതുകൊണ്ട് നമ്മൾ ഏത് നിലക്കും നമ്മൾ ചെയ്തത് എടുത്തു പറഞ്ഞിട്ട്, ഇപ്പോൾ പിന്നെ അള്ളാഹ്ക്ക് അതിനുള്ള അവകാശമുണ്ട് കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതിന് അവകാശമുണ്ട്. അള്ളാഹ്ക്ക് പറയാം, ഞാനിങ്ങനെയുള്ള എനിക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടില്ലേ, നീ എന്താ എന്നിട്ട് നന്ദി കാണിക്കാത്തത്, നീ എന്താ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്, ഉറ്റാലോചിക്കാത്തതെന്നൊക്കെ റബ്ബിന് ചോദിക്കാം. കാരണം അള്ളാഹുവിന് മാത്രമേ അതിനുള്ള അവകാശമുള്ളൂ. നമ്മളിപ്പോൾ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അവരവിടെ എടുത്തു പറഞ്ഞിട്ടില്ലേ നമ്മൾ അവരിതാക്കും. അങ്ങനെ നമ്മളെ കീഴിലുള്ള ആരൊക്കെ ഉണ്ടോ അവരോടൊക്കെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പിന്നെ ഉപദ്രവങ്ങൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സംഭവിക്കാം. അപ്പോൾ അങ്ങനെ നമ്മളിൽ വരാൻ പാടില്ല. അത് നമ്മൾ വളരെയേറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്.
പിന്നെ മൂന്നാമതായിട്ട് പറഞ്ഞ കാര്യം എന്താണ്? കള്ളസത്യം പറഞ്ഞിട്ട് കച്ചവട ചരക്കുകൾ വിൽക്കുന്ന ആൾക്കാർ. അങ്ങനെയുള്ളവരോടും എന്താക്കൂല, അള്ളാഹു സംസാരിക്കൂല, അള്ളാഹു അവരെ നോക്കൂല, അവരിലേക്ക് അവരെ ശുദ്ധീകരിക്കൂല. ഇതിൽ വലിയ വിഷയമാണ്. നമ്മൾ വിചാരിക്കേണ്ടത് ചെറിയ കാര്യമാണ്. ഈ കച്ചവടം എന്ന് പറയുന്നതില്ലേ, ശരിക്കും പല വിധത്തിലുള്ള ജോലികളുണ്ട് അല്ലേ? ജോലികൾ എന്ന് പറയുന്നത് ഇപ്പം പഠിപ്പിക്കൽ, ടീച്ചറായിട്ട്, എൻജിനീയറായിട്ട്, നിർമ്മാണ മേഖലയിൽ, പിന്നെ ഡോക്ടറായിട്ട്, പിന്നെ അങ്ങനെ പല ഫീൽഡിലും പണിയെടുക്കുന്നവരുണ്ട്. അതൊക്കെ ഒരു ജോലികളാണല്ലോ. എന്നാലില്ലേ, ഇതിൽ ഏറ്റവും ബർക്കത്തുള്ള ജോലി ഏതാണെന്നറിയോ നിങ്ങൾക്ക്? കച്ചവടം, ബിസിനസ്. മാഷാ അല്ലാ, മാഷാ അല്ലാ. കച്ചവടം മാത്രല്ല, വേറൊന്നും കൂടി ഉണ്ട്. എന്താ അത് പറയോ? അത് നിങ്ങൾക്കൊന്നും അറിയണ്ടാവില്ല. കാരണം ആടിനെ വളർത്തലെന്നല്ല, കൃഷി. അത് ആടിനെ വളർത്തലും വരും അതില്. കൃഷി എന്നുള്ളതില് ആടിനെ വളർത്തലും എല്ലാം വരുമല്ലോ. അതായത് പിന്നെ ഇതില് ഈ കൃഷി അതുപോലെ ബിസിനസ്, കച്ചവടം, ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ നമുക്ക് എന്തില്ല, ഉറപ്പില്ല അല്ലെ? ഉറപ്പില്ലാത്തൊരു കാര്യമാണ് അത്. അവിടെ പൂർണ്ണമായും നമ്മൾ എന്താണ്, ശരിക്കും ഒരാൾ നല്ലൊരു വിശ്വാസിയായ ഒരാൾ കച്ചവടത്തിൽ ഇറങ്ങുമ്പോൾ പരിപൂർണമായും റബ്ബിൽ തവക്കുൽ ചെയ്തിട്ടാണ് അവൻ ഇറങ്ങുന്നത്. അള്ളാഹുവിലുള്ള ഒരു വിശ്വാസവും ഭരമേൽപ്പിക്കലും. കാരണം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരുപാട് മുതൽ മുടക്കിയിട്ടാണ് ബിസിനസ് തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഒരു കൃഷി ഇറക്കുമ്പോൾ, വിത്തിടുമ്പോൾ അല്ലെ, പിന്നെ നിലമുഴുത് വിത്ത് വിതച്ച് വെള്ളം നനച്ച്, അപ്പോൾ ആ കൃഷിക്കാരന് ഉറപ്പില്ല ഈ കൃഷി നമുക്ക് വേണ്ടത്ര വിളവ് കിട്ടുമോ, അല്ലെ എനിക്ക് ലാഭം കിട്ടുമോ എന്ന കാര്യത്തിൽ ഓനിക്ക് ഓരോ ഉറപ്പില്ല. നേരെ മറിച്ച് ഒരു അധ്യാപകനായി ജോലി ചെയ്യുന്ന ഒരാൾക്ക് രാവിലെ പോയിട്ട് വൈകുന്നേരം വന്നാൽ എന്തായാലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ശമ്പളം മാസത്തിൽ കിട്ടൂ എന്നുള്ള കാര്യത്തിൽ എന്തുണ്ട്, അത് ഉറപ്പുണ്ട് അല്ലേ? ഒരു കൂലി പണിയെടുക്കുന്ന ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താൽ അയാൾക്ക് ആ കൂലിക്കുള്ള പൈസ കിട്ടുമെന്ന് ഉറപ്പുണ്ട്. പക്ഷേ കച്ചവടം എന്ന് പറയുന്നത്, അതുപോലെ കൃഷി എന്ന് പറയുന്നത്, അതിനെന്തില്ല, ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഉറപ്പും അതിന് പറയാൻ കഴിയില്ല. പക്ഷേ അതേറ്റവും ലാഭകരം എന്ന് പറയാൻ കാരണം എന്താ അറിയോ? അത്രയും ഭയങ്കരമായ അത് തവക്കുൽ അള്ളാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഒരാൾ അതിൽ ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അത് അള്ളാഹ് പറഞ്ഞിട്ടില്ലേ, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു എന്ന് പറയുന്നുണ്ട്. പിന്നെന്തേനും, അവന് വിചാരിക്കാത്ത രീതിയിൽ മിൻ ഹൈസു ലാ യഹ്തസിബ് അല്ലെ, അവന് വിചാരിക്കാത്ത അവൻ കണക്കാക്കാത്ത നിലയിലൂടെ അവന് അല്ലാഹു തആല റിസ്ക് നൽകും എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ആളുകൾക്ക്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർക്ക്. അതാണ് ഇപ്പൊ കച്ചവടം എന്ന് പറയുന്നത് ഫുൾ തവക്കുലാണ്, അള്ളാഹുവിൽ തവക്കുലാണ്. കൃഷിയും അങ്ങനെ തന്നെയാണ്. അത് അല്ലേ, അതുകൊണ്ട് തന്നെ ഈ കച്ചവടക്കാർക്കും കൃഷിക്കാർക്കും ഇല്ലേ, ഈ പൈസന്റെ കാര്യത്തിൽ ഭയങ്കര വാല്യൂ ഉണ്ടാവും അവർക്ക്. അവരെ അധ്വാനത്തിന്റെ വിലയാണ് അല്ലേ. ഇപ്പോൾ എൻ്റെ മാപ്പിളെല്ലാം പറയുമ്പോൾ പിന്നെ പിള്ളേർക്ക് 5 റുപ്യ എന്നുള്ളത് ഇപ്പോൾ അല്ലേ, 5 റുപ്യ എന്നുള്ളത് വലിയ പൈസ വിലയല്ലല്ലോ. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണ്ടെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം 5 എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇപ്പം 5 റുപ്യയിലെ ആള് മേശമ്മേൽ കണ്ടാൽ ചിലപ്പോൾ പിള്ളേർ എടുക്കൂല. അവർക്ക് 10ന്റെ 20ന്റെ എല്ലാം നോട്ടാണ് വേണ്ടത്. അന്നേരം ഇവർ പറയും ഒരു പെട്ടി ഓയില് പിന്നെ കച്ചവടം ചെയ്താൽ നമുക്ക് ഈ 5 റുപ്യ വരും. പിന്നെ 5 റുപ്യ കിട്ടണമെങ്കിൽ എത്ര കച്ചവടം ചെയ്യണം നിങ്ങൾക്ക് അറിയോ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കും. ശരിക്കും അത് അവർ ആ കച്ചവടത്തിൽ എത്രയോ പിന്നെ വലിയ പൈസേൻ്റെ കച്ചവടം നടത്തിയാൽ ഇത്ര പൈസ ലാഭം കിട്ടും അല്ലേ. അങ്ങനെ ആ ഒരു ലാഭത്തിൽ നിന്നല്ലേ ആ ഒരു ഇത് കിട്ടേണ്ടത്. അപ്പം അതാണ് അവിടെ പറയുന്നത്. അപ്പം ഇവിടെ പിന്നെ കള്ളസത്യം ചെയ്തിട്ട് കച്ചവടം നടത്താന്ന് പറയുന്നത് അത് അള്ളാഹുവിന് ഏറെ വെറുക്കുന്നൊരു കാര്യമാണ്. പ്രത്യേകം എടുത്തു പറയാം. അതാണ് പിന്നെ ചില ആൾക്കാരെ നമ്മൾ കാണും അല്ലേ, പിന്നെ നമുക്ക് വിശ്വസിച്ച് പോകും. അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ ഇത് ഇത്ര പൈസക്കാന്ന് എടുത്തിനി കൂട്ടിപ്പറയൂ. അങ്ങനെ 100 റുപ്യക്കേക്കും അയാൾ വാങ്ങിച്ചിട്ടുണ്ടാക്കാൻ. പക്ഷെ ഇങ്ങനെ പറയാം, 150 റുപ്യക്കാന്ന് ഞാൻ വാങ്ങിച്ചിനി, നിങ്ങൾക്ക് ആയതുകൊണ്ട് ഞാനിത് 125 തരാം. അന്നേരം നമ്മൾ വിചാരിക്കും ഒന്നോ പാവം നമുക്ക് 25 റുപ്യ കുറച്ചിട്ട് വന്നല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങും. ശരിക്കും അയാൾ എന്തായിരിക്കും, അങ്ങനെ സത്യസന്ധമായിട്ട് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ചില ആൾക്കാർ എന്താ ചെയ്യുക, ഈ ഓഫറുകൾ പിന്നെ വിറ്റഴിക്കൽ ഇങ്ങനത്തെ ഇതിലെല്ലാം കൂടുതലും എന്താ സംഭവിക്കുന്നറിയോ,
MRP സാധാരണ നോർമൽ റേറ്റിനെ കൂടി ഡബിൾ ത്രിബിൾ ഇടും, എന്നിട്ട് അതിൽ നിന്ന് 50% ഡിസ്കൗണ്ട്. അപ്പോൾ സാധാരണ അവർ ആ സാധനത്തിന് ഉള്ള വിലയേക്കാൾ കുറച്ചും കൂടി ലാഭം എടുത്തിട്ടാണ് അവരെന്താക്കുന്നത് ഈ 50% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. പലരും, എല്ലാവരും അങ്ങനെയാണെന്നല്ല, കൂടുതലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. സത്യസന്ധമായി കച്ചവടം ചെയ്യുന്നവരുണ്ട്, അതിന് അല്ലാഹു തആല അതിനനുസരിച്ചിട്ടുള്ള ലാഭവും ബർക്കത്തും കൊടുക്കും. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. ഈ കച്ചവടത്തിൻ്റെ വിഷയത്തിലില്ലേ, കുറേ ഉണ്ടാകാന്നുള്ളതല്ല പോലും കാര്യം, ഉള്ളതിൽ അള്ള കുറേ ബർക്കത്ത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ബർക്കത്ത് എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക, നമ്മളെ സംഭവം അവിടെ തന്നെ ഉണ്ടാവും. എന്നിട്ട് അതിനെ കൊണ്ടുള്ള ആവശ്യങ്ങൾ അള്ള ഇങ്ങനെ തീർത്തു തരും. ആ കാര്യം അവിടെ നിന്ന് എന്തായിട്ടുണ്ടാവില്ല, നമ്മളുടെ അടുത്ത് നിന്ന് കാലിയായിട്ട് തീർന്നു പോവില്ല. അങ്ങനെ അതിങ്ങനെ ബർക്കത്തായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും. സത്യസന്ധമായ കച്ചവടം ചെയ്താൽ അതിൽ അള്ളാഹു തആല തീർച്ചയായും ബർക്കത്ത്, ഏത് കാര്യത്തിലും നമ്മൾ സത്യസന്ധത കാത്തു സൂക്ഷിച്ചാൽ അതിലെല്ലാം അള്ളാഹു എന്ത് തരും, ഹൈറും ബർക്കത്തും തീർച്ചയായും ഉണ്ടാവും. സൂക്ഷിക്കുന്ന സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാത്തിലും അള്ളാഹു ബർക്കത്ത് തരും. നമ്മളെ സമ്പത്തും എല്ലാം അങ്ങനെ തന്നെ, അത് ഹലാലായ രൂപത്തിൽ നല്ലതിന് വേണ്ടി നമ്മൾ അത് സൂക്ഷ്മതയോട് കൂടി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും അതിലൊക്കെ ഒരുപാട് അള്ളാഹു തആല ബർക്കത്ത് ചെയ്തിരും. നേരെ മറിച്ച് നമ്മൾ ശ്രദ്ധിക്കാതെ അത് അലസമായ രീതിയിലാണ് അതിനോട് നമ്മൾ സമീപനമെങ്കിലോ അതിലൊരു ബർക്കത്തും ഉണ്ടാവില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അല്ലേ. ബർക്കത്ത് എന്ന് പറയുന്നത് വലിയ വിഷയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് കൊടുത്തത് എടുത്തു പറഞ്ഞ് നഷ്ടപ്പെടുത്തുന്നതൊന്ന്, പിന്നെ കള്ളസത്യം ചെയ്യുന്നത്. അപ്പോൾ ഈ കച്ചവടത്തിൻ്റെ വിഷയത്തിലില്ലേ, പിന്നെ സഹാബാക്കൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, എന്തെന്നറിയോ, നിങ്ങൾ ഇപ്പം സത്യമാണെങ്കിൽ പോലും സത്യം ചെയ്യാൻ പാടില്ല, അങ്ങനെ ഉണ്ടല്ലോ. സത്യം ചെയ്തിട്ട് ഇങ്ങനെ അതാണ് സത്യം, അള്ളാഹുവാണ് സത്യം എന്നെല്ലാം പറഞ്ഞിട്ട് ചില ആൾക്കാർ ഇങ്ങനെ പറയൂലേ, അങ്ങനെ സത്യം ചെയ്തിട്ടൊന്നും നിങ്ങൾ എന്താക്കണ്ട, നിങ്ങളെ വിൽപ്പന ചരക്ക് വിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിത് കാര്യം പറയാ, ആവശ്യക്കാർ വേണമെങ്കിൽ എടുത്തോട്ടെ, അല്ലാതെ നമ്മൾ അതിൽ സത്യം ചെയ്യണ്ട എന്നാ പറയുന്നത്. സത്യം ചെയ്യുന്ന അവിടെ സത്യമാണെങ്കിൽ സത്യം ചെയ്യുന്നതിൽ വിരോധമില്ല, പക്ഷെ എന്നാൽ പോലും അങ്ങനെ സത്യം ചെയ്യുന്നതിനെ എന്താക്കിയിട്ടുണ്ട്, വിലക്കിയിട്ടുണ്ട് എന്നാ പറയുന്നത്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഇവിടെ ഈ ഒരു ആയത്തിൽ എല്ലാ വിഭാഗങ്ങളും നമ്മൾ ഹദീസിൽ പറഞ്ഞ് ഈ ഒരു ആയത്തിൽ ഈ ഒരു ജൂതന്മാരെ ആ ഒരു കാര്യവും അവിടെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. നമുക്ക് പരിശുദ്ധ ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഈ ജൂതന്മാരുടെ കാര്യം തന്നെ. അവര് അള്ളാഹുവിന്റെ വചനങ്ങളെ തുച്ഛമായ വിലക്ക് വിറ്റ് കളഞ്ഞ ആൾക്കാർ നമ്മൾ സൂറത്തുൽ ബഖറയിലൊക്കെ തന്നെ മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സത്യത്തിൽ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് അല്ലെ, അങ്ങനെ ആ രീതിയിൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. സത്യത്തിൽ അള്ളാഹുവിന്റെ ആയത്തുകൾ ഒരിക്കലും അല്ലെ, വലാ തശ്തറൂ ബി ആയാതി സമനൻ ഖലീല, നമ്മൾ കേട്ടിട്ടില്ലേ അല്ലെ. അള്ളാഹുവിന്റെ ആയത്തുകൾ നിങ്ങൾ എന്താക്കരുത്, കുറഞ്ഞ ആയത്തുകൾക്ക് നിങ്ങൾ കുറഞ്ഞ വില വാങ്ങരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ, അള്ളാഹുവിൻ്റെ ലക്ഷ്യങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, ഇത് അവഗണിച്ചിട്ട് അതിന് പകരമായിട്ട് നമ്മൾ ഈ ദുനിയാവിലെ ചെറിയ കാര്യലാഭങ്ങൾ അത് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരിക്കും അത് വലിയ നഷ്ടമുള്ള കച്ചവടമാണ്. അതായത് അള്ളാഹുവിൻ്റെ ആയത്തുകൾക്ക് നിങ്ങൾ കുറഞ്ഞ വില നൽകരുത്, കുറഞ്ഞ വില വാങ്ങരുത്. അള്ളാഹിൻ്റെ ആയത്തുകൾ വലിയ വില തന്നെ നമ്മൾ കൊടുക്കണം. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ ദുനിയാവിൻ്റെ കുറഞ്ഞ നിമിഷത്തേക്കുള്ള, ചുരുങ്ങിയ സമയത്തേക്കുള്ള ആസ്വാദനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പലതും മാറ്റി വെക്കുന്നില്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവഗണിക്കുന്നു ഐഹിക കാര്യലാഭങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ നമുക്കറിയാലേ, മതകാര്യങ്ങളിൽ തന്നെ ഈ കൈക്കൂലി വാങ്ങുന്ന ആൾക്കാരുണ്ട്, മാമൂലുകൾ സ്വീകരിക്കുന്ന ആളുകളുണ്ട്, നേതൃത്വ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് അല്ലേ, സ്ഥാനം കിട്ടിയിട്ട് അത് നഷ്ടപ്പെടുന്നു വിചാരിച്ചിട്ട് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മതശാസനകളെപ്പോലും അല്ലെ, ചില സംഘടനാ സങ്കുചിതത്വം വരുമ്പോഴൊക്കെയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. സത്യം മൂടി വെക്കുന്ന അവസ്ഥ വരെ. സത്യം എന്ന് അറിയുണ്ടാവും, പക്ഷെ ഇത് തുറന്നു പറയാൻ കഴിയില്ല. പറഞ്ഞാൽ എന്താവും, സ്ഥാനം നഷ്ടപ്പെടും. അപ്പോൾ അവിടെ
അവിടെ സ്ഥാനം കിട്ടൂല. അതുകൊണ്ട് എന്താക്കൂല, അത് പൊട്ട് സാരില്ല എന്ന് വെച്ചിട്ട് പറയാതിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ പലതും ഈ ദുനിയാവിൽ നടക്കുന്ന. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അല്ലേ? അള്ളാഹുവിൻ്റെ ആയത്തുകൾ അത് തുച്ഛമായ വിലക്ക് വാങ്ങുന്നത്, ഇത് നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങാന്നുള്ളതൊന്നല്ല ശരിക്കും, അല്ലേ? ഇവിടെ എല്ലാം എന്താണ്, അള്ളാഹുവിൻ്റെ ആയത്തുകൾ, പിന്നെ അതായത് അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ അവിടെ മാറ്റി വെച്ചിട്ട് സ്വന്തം ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും പിന്നെ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വില കൽപ്പിച്ചിട്ട് അള്ളാഹുവിനെ അവിടെ മാറ്റി നിർത്തുക, അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്തുകളെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഈ ദുനിയാവിലെ വിഭവം എന്ന് പറയുന്നത് എന്താണ്? ഖുൽ മതാഉ ദുനിയ ഖലീൽ. അപ്പം ഇസ്രായേലിയരിൽ, ബനൂ ഇസ്രായേലർ എന്ന് പറയുന്നത് ഈ രൂപത്തിൽ അല്ലെ, അവരിൽ ഒരുപാട് നമ്മൾ പിന്നെ ഇപ്പോൾ സൂറത്തുൽ ബഖറയിൽ ബനൂ ഇസ്രായേലിനെ കുറിച്ചല്ലേ പഠിക്കുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലേ? അവരെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? അവർക്ക് അറിഞ്ഞ സത്യങ്ങൾ അവർ മൂടി വെച്ച് മറ്റുള്ളവർക്ക്, അല്ലെ, അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ വേറെ ആർക്കും കിട്ടണ്ടെന്നാണ് അവർ വിചാരിച്ചത്. അങ്ങനെ നമ്മൾ ആയിപ്പോകാൻ പാടില്ല. അതാണ് നമുക്കുള്ള പാഠങ്ങൾ, അല്ലേ? അപ്പം എന്നിട്ട് പിന്നെ അത് മാത്രമല്ല, ഈ ആയത്ത് ഇപ്പം നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അതാ നമ്മൾ പാഠം ഉൾക്കൊള്ളണം. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് ആരും വിചാരിക്കാൻ പാടില്ല. കാരണം എന്താ അറിയോ, ഇത് മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും ബാധകമാണ്. ഒരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിക്കപ്പെടേണ്ടതായ ഒരു അറിവ് ഒരാൾ പഠിച്ചു. എന്നിട്ട് ഇഹത്തിൽ നിന്നുള്ള വല്ല വിഭവവും അത് മുഖേന നേടുവാനല്ലാതെ അവനത് പഠിച്ചിരുന്നില്ല. ഒരു ഇൽമ് അത് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിക്കപ്പെടേണ്ടതായ ഒരു അറിവാണ്. എന്നിട്ട് അയാൾ എന്താ ചെയ്തത്? അതിനെ കൊണ്ട് ദുനിയാവിൽ നിന്ന് അതിലൂടെ ലാഭം നേടാൻ മാത്രം അയാൾ വിചാരിച്ചു. അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് എന്തെന്നറിയോ? അവൻ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൻ്റെ വാസന പോലും അവന് കിട്ടൂല. അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇൽമ് പഠിച്ചിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ അതിന് ഫീസ് വാങ്ങാൻ പാടില്ല, അങ്ങനെയൊന്നുമല്ല കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ മനസ്സിൽ ഇതിനെ കൊണ്ടൊരു ലാഭം, ഒരു ബിസിനസ് പോലെ, കച്ചവടം പോലെ അങ്ങനെ ആഗ്രഹിച്ചിട്ട് ചെയ്യാനൊന്നും പാടില്ല. പക്ഷേ ഇൽമ് പഠിപ്പിക്കുന്ന ആളുകൾക്കില്ലേ, നമ്മൾ മനസ്സറിഞ്ഞ് കണ്ടറിഞ്ഞ് നമ്മൾ കൊടുക്കണം. അതാണ് ശരിക്കും അതിൻ്റെ രീതി. ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് അതിന് പ്രതിഫലം വാങ്ങാൻ പാടില്ല. പക്ഷേ ബൈത്തുൽ മാൽ, അതായത് പൊതു ഇതുണ്ടാവുമല്ലോ, ഒരു മുതൽ, അല്ലേ, അതിൽ നിന്ന് അവർക്ക് എന്താക്കണം, അവരുടെ ചിലവും, അല്ലെ, ഭാര്യൻ്റെയും മക്കളെയും അതിൽ ചിലവ് കഴിഞ്ഞുകൂടണ്ടേ, അതിനുള്ള വക എന്താക്കുക, അവർക്ക് കൊടുക്കുക. അത് സ്വീകരിക്കുന്നതിലും എന്തില്ല, ഒരു തെറ്റുമില്ല. ഇനി പിന്നെ ആ രൂപത്തിൽ അവർക്ക് അത് ലഭിക്കുന്നില്ലെങ്കിൽ അവർക്ക് വേറെ ജോലിക്ക് പോകുന്നതിന് അങ്ങനെയൊന്നും വിരോധമൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ അറിവ് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാൾ റെഡിയായി, അപ്പോൾ അയാൾ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അയാൾ വ്യാപൃതനായി രാപ്പകലില്ലാതെ പിന്നെ അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അയാൾക്ക് ജീവിക്കണ്ടേ, അയാൾക്ക് ജീവിത മാർഗം വേണ്ടേ? ഇല്ല, അയാൾക്ക് വേറെ ജോലിക്ക് അന്നേരം പിന്നെ പോകാൻ കഴിയുമോ? ഇല്ല. അപ്പം അങ്ങനെയുള്ളവരെന്താക്കണം, കൂടുതൽ പരിഗണിക്കുക വേണ്ടത്. ഈ ഉസ്താദുമാരെ, പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെയെല്ലാം കഴിയുന്ന ആൾക്കാരെ, ഈ ഇമാമത്ത് നിൽക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരെല്ലല്ലേ ശരിക്കും നല്ലപോലെ പരിഗണിച്ചിട്ട് അവർ കൂടുതൽ കൊടുക്കുക വേണ്ടത്. ഈ പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പള്ളിയിൽ ഇങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് നിർത്തേണ്ടി വരുന്നത് എന്തിട്ടാണ്? ചെറിയ പൈസ കിട്ടൂ, അന്നേരം പിന്നെ ആരാ നിൽക്കൂലല്ലോ, അല്ലേ? ശരിക്കും അതെല്ലാം നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. അത് ഞാൻ പറഞ്ഞിട്ട് ഒന്നും ഇതില്ല, ഞാൻ സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് പിന്നെ ആയത്തുകൾ എന്നുള്ളതല്ല, മൊത്തത്തിൽ തന്നെ കച്ചവടത്തിൻ്റെ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ പിന്നെ കള്ളസത്യം ചെയ്തിട്ട് പിന്നെ സമ്പാദിക്കാവുന്ന ആ ഒരു വിഷയം, അത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. കാരണം സത്യസന്ധമായ ഒരാൾ കച്ചവടം ചെയ്താൽ അതിൻ്റെ പ്രതിഫലം തന്നെ പറയുന്നത് എന്താണ്?
ഷഹീദിൻ്റെ പ്രതിഫലം, അള്ളാഹിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ ഷഹീദിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത്, സത്യസന്ധമായ ഒരാൾ കച്ചവടം ചെയ്താലൊക്കെ അയാൾക്ക് കിട്ടുന്നത്. കാരണം അത്രയും അത്രയും വലിയൊരു കാര്യം തന്നെയാണത്. ആ ഒരു കച്ചവടത്തിൽ സത്യസന്ധത പാലിക്കുക എന്നുള്ളത് വലിയ വിഷയമാണ്. കച്ചവടം എന്ന് പറയാൻ നമുക്കില്ലേ, ഒരു സാധനത്തിനില്ലേ എത്ര പൈസ വേണമെങ്കിലും കൂട്ടി പറയാം അല്ലേ. നമ്മൾ മിന്നാന്ന് കൊല്ലത്ത് പോയാലോ, അവിടെ പുറത്ത് ആളിങ്ങനെ കുറേ കുട്ടികളെ കാണുമ്പോൾ പല സാധനങ്ങൾ കളിപ്പാട്ടങ്ങൾ ഉണ്ടാവില്ല. ആദ്യം അയാൾ 50 റുപ്യ പറഞ്ഞ സാധനം പയ്യെ അയാൾ 100 റുപ്യ എന്ന് പറയും. അയാൾക്ക് തോന്നി കുട്ടികൾ കരയുമ്പോൾ ഇവർ എത്ര പൈസ കൊടുത്തിട്ട് വാങ്ങും എന്നുള്ളത്. അപ്പോൾ പിന്നെ കൂട്ടി പറയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അല്ലേ, ആമീൻ. അറിവില്ലായ്മയായിരിക്കും, അവർക്കൊന്നും അറിവുണ്ടാവില്ല ഈ വിഷയത്തിലൊന്നും. അറിവുള്ളവർ പോലും എന്താക്കുന്നു, ഈ രൂപത്തിൽ ചെയ്യുന്നു അല്ലേ, ലാഭം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മൂടിവെക്കുകയാണ് ചെയ്യുന്നത്. അത് അള്ളാഹിനോടുള്ള ധിക്കാരം അല്ലേ. പിന്നെ ഈ ഐഹികമായി ലഭിക്കുന്ന ഈ ലാഭം എന്ന് പറയുന്നില്ലേ, നേട്ടം, അതിലൊരു ബർക്കത്തും ഉണ്ടാവില്ല. അത് താൽക്കാലികമായിട്ടുള്ളതായിരിക്കും. പിന്നെ നമുക്കറിയാം, ഈ മുമ്പ് കാലത്തെല്ലാം സ്ത്രീധനം വാങ്ങിയിട്ട് കല്യാണം കഴിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് അല്ലേ. 1 ലക്ഷം 2 ലക്ഷം എല്ലാം കാശ് കൊടുത്തിട്ട് എത്രയോ കെട്ടിച്ച ഉമ്മമാർ ഈ ചിലപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്നവരിലുണ്ടാകാം. ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീധനം വാങ്ങിയിട്ട് കല്യാണം കഴിച്ച ആ പൈസനെ കൊണ്ടില്ലേ ഒരു ബർക്കത്തും ഉണ്ടാവില്ല. ഒരാവശ്യം തീരൂല എന്ന് മാത്രമല്ല, കൂടുതൽ പ്രയാസങ്ങളിലേക്കായിരിക്കും അവർ പോകുന്നുണ്ടാകുക. പലരെയും കണ്ടിട്ടുണ്ട് അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിയത്. അത്രയും അത് ഹറാമായത് കൊണ്ട് തന്നെയാണ്, അതൊരു നിഷിദ്ധമാക്കപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് അതിലൊരു ബർക്കത്തും ഇല്ലാത്ത അല്ലേ. ചെക്കൻ്റെ വീട്ടിൽ ചിലവ് ചെയ്യാൻ വേണ്ടിയിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ പെണ്ണിൻ്റെ ഉപ്പാനോട് പൈസ വാങ്ങുന്ന ഒരു സമ്പ്രദായം അൽഹംദുലില്ലാഹ് ഇന്നിപ്പോൾ അതെല്ലാം ഇല്ലാണ്ടായി. ഇന്ന് പെണ്ണിനെ കിട്ടാത്ത അവസ്ഥയായി അല്ലേ, പെണ്ണിന് വേണ്ടിയിട്ട് പരക്കം പായുന്ന അവസ്ഥയായി. അല്ലാഹു അക്ബർ. നാടിൻ്റെ ഒരു പോക്ക് അല്ലേ. അള്ളാഹുവിനോടുള്ള കരാറ് അല്ലേ, അത് പിന്നെ സ്വന്തം ശബ്ദങ്ങൾ തുച്ഛമായ വിലക്ക്, നമ്മളത് ആയത്തതല്ലേ പറയുന്നത് അല്ലേ. വലാ യൻദുറു ഇലൈഹിം യൗമൽ ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ വലാ യുകല്ലിമുഹുമുല്ലാഹ് വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. അപ്പോൾ അള്ളാഹുവിനോടുള്ള ബാധ്യതയേറ്റിട്ടുള്ള കരാറുകൾ, ശപഥങ്ങൾ അത് നിറവേറ്റാതെ പകരം നിസ്സാരമായ ഐഹിക ലാഭങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് അവർക്കൊരു നന്മയും ഉണ്ടാവില്ല, രക്ഷയുണ്ടാവില്ല. അള്ളാഹിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം കിട്ടൂല എന്ന് പറഞ്ഞാൽ പിന്നെ പോയില്ലേ അല്ലേ. അള്ളാഹിൻ്റെ സ്നേഹത്തിൻ്റെ മാപ്പിൻ്റെ ഒരു കണിക പോലും അവർക്ക് അള്ളാഹിൻ്റെ അടുത്തുനിന്ന് ലഭിക്കൂല. അത് മാത്രമല്ല, അതോടുകൂടി അവർ കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതിനോടുള്ള താക്കീതിലെ വലഹും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ. അപ്പം ഇത് നമുക്കിത് മനസ്സിലാക്കി തരുന്നത് എന്താ, അത്രമാത്രം ഈ ഒരു വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ആ ഒരു കോപത്തിൻ്റെ, ആ ദേഷ്യത്തിൻ്റെ ഗൗരവത്തെയാണ് അള്ളാഹു തആല ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നാളെ പരലോകത്ത് അള്ളാഹ് കോപിച്ചവനായ നിലയിൽ കണ്ടുമുട്ടേണ്ട ഒരവസ്ഥ വന്നാൽ അത് വല്ലാത്തൊരവസ്ഥയായിരിക്കും അല്ലേ. അപ്പം നമ്മൾ വസ്ത്രം വലിച്ചയക്കുന്നത്, അതുപോലെ കൊടുത്തത് എടുത്തു പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാർ, അതുപോലെ പിന്നെ കച്ചവടത്തിൽ കള്ളസത്യം ചെയ്തിട്ട് പിന്നെ ഇതാക്കുന്നത്, അതെല്ലാം അള്ളാഹിൻ്റെ കോപത്തിന് കാരണമായി തീരുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്നെല്ലാം നമ്മൾ ഓരോരുത്തരും വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതൊക്കെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഇനി അടുത്ത ആയത്ത് എടുക്കാൻ സമയമുണ്ടോയെന്ന് അറിയില്ല അല്ലേ.